താണ്ട്ര ഏതാണ്ട് ഹോട്ടലിൽ നിർത്തിപ്പൊരിക്കാൻ പറ്റുന്ന കോഴി നടന്നു വന്നേക്കും. അർച്ചന പുരുഷോത്തമൻ. എവിടെ? ഞാൻ. എടാ സ്വയം മുങ്ങി. അത് നിനക്ക് നേരത്തെ അങ്ങ് പറയാൻ വയ്യായിരുന്നോടാ. നീ അർച്ചന പുരുഷോത്തമൻ എന്റെ പൊന്നു മാഷെ, നമ്മൾ തന്നെ നമ്മളെ ബൂസ്റ്റ് ചെയ്യണം. വേറെ ആരും നമ്മളെ ബൂസ്റ്റ് ചെയ്യാൻ കാണൂല, മനസ്സിലായോ? ഇവിടെ 1,00,000 രൂപയുടെ ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ നടത്തുമ്പോ ഈ കലാതിലകം അർച്ചന പുരുഷോത്തമൻ വന്നില്ലെങ്കിൽ എങ്ങനെ ശരിയാവും? കലാതിലകമൊക്കെ കിട്ടിയിട്ടുണ്ടോ? കലാതിലകമൊന്നും കിട്ടിയിട്ടില്ല. അമ്മേടെ പേര് കല, അച്ഛന്റെ പേര് തിലകൻ. അമ്മേടെ പേര് അച്ഛന്റെ പേരും കൂടെ വച്ചപ്പം കലാതിലകം അർച്ചന പുരുഷോത്തമൻ എന്ന് പറഞ്ഞു. അച്ഛനെ അമ്മ പറയിപ്പിക്കാൻ വേണ്ടി ഇട്ട പേര് തന്നെ. നിനക്ക് ഡാൻസ് ഒക്കെ അറിയാവോ? പിന്നെ എനിക്ക് ഡാൻസ് ഒക്കെ അറിയാം. പിന്നെ നീ ഇവിടെ ഇന്ന് പൊളിക്കണം. എന്റെ ദൈവമേ, പൊളിയാതിരിക്കാൻ ക്ഷേത്രത്തിൽ പുഷ്പാർച്ചന കൊടുത്തിട്ട് വരുമ്പോ ആണ്ട്രാ ഡാൻസ് പൊളിക്കണം. എടാ അതല്ല, ഇന്ന് നീ ഇത് അടിച്ച് പൊളിക്കണമെന്ന്. എനിക്ക് 20 സ്റ്റുഡൻസ് ഉണ്ട്. 1,00,000 രൂപ എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആ 20 പേരെ കൊണ്ടുവന്ന് ഈ സ്റ്റേജ് ഞാൻ അടിച്ച് പൊളിക്കും. ഞാൻ എടാ ബ്രഹ്മാവറിയാതെ ഭൂമി വന്ന സ്വയം മുങ്ങി. അതാണോ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞത്? എടാ അടിച്ച് പൊളിക്കണമെന്ന്. അതൊക്കെ ഞാൻ അടിച്ച് പൊളിച്ചോളാം. പിന്നെ നിനക്ക് ഞാനൊരു ഒറ്റമൂലി പറഞ്ഞുതരാം. അതിനെനിക്ക് അസുഖമൊന്നും ഇല്ലല്ലോ. എടാ അസുഖത്തിന്റെ അല്ല, നിന്റെ ഡാൻസിനെ കുറിച്ചാണ്. അതായത് നമ്മള് കണ്ണെത്തുന്നിടത്ത് കൈ എത്തണം, കൈ എത്തുന്നിടത്ത് മെയ് എത്തണം, എത്തിയില്ലെങ്കിൽ കമ്മറ്റിക്കാര് ശരി എത്തണം. അനുഭവം ഗുരുവാണ്. എന്നാ നിന്റെ ഒരു ഡാൻസ് എനിക്ക് കാണണം. ഞാൻ നീ ഒരു ഡാൻസ് കളി. വീഥിയിൽ വെന്തുരുകും നീയൊരു മുനിശാപമോ. അമ്മച്ചിമാരെ കടന്ന് കൂവ, അമ്മച്ചിമാരെ ചുമ്മാ വായി നോക്കിക്കൊണ്ടിരിക്കുക. കൂവ അങ്ങോട്ട്. ഓഡിയൻസിന്റെ ഇടയ്ക്ക് ഒരു അച്ചാറ് ഭരണി എന്ന് കൂവുന്നു. അത് അച്ചാറ് പരിപാടിയൊന്നും അല്ല, എന്റെ ഭാര്യയാ. ഓടരുത് മനുഷ്യ, നിങ്ങളടുത്താണ് പറഞ്ഞത്. ഓടരുത്, ഓടരുത്. എന്റെ ദൈവമേ, ഇതെന്താണ്? ഞാൻ കണ്ടമുടി ഓടിക്കോ. ജീവ മര്യാദക്ക് അങ്ങേരെ ഇങ്ങോട്ട് വിട്ടോണം, അല്ലെങ്കിൽ ജീവനെ ജീവൻ ഞാൻ ഇന്ന് എടുക്കും. വിട്ടോ അങ്ങേരെ ഇങ്ങോട്ട്. എന്റെ പൊന്ന് ജീവച്ചേട്ടാ, നമ്മളൊക്കെ കലാകാരന്മാരല്ലേ? ആണ്, അതുകൊണ്ടാണ് എന്നെ കൊലക്ക് കൊടുക്കാതെ നീ അവിടെ പോ. എന്റെ പൊന്ന് ജീവച്ചേട്ടാ, ഞാൻ ഇവിടെ നിന്നോട്ട്. നീ ഇവിടെ നിക്കണ്ട, എന്റെ ജീവനാണ് ആപത്ത്. നീ ഒരു കലാപം ഉണ്ടെങ്കിൽ നീ ചെല്ല ഇവിടെ പോ. എന്റെ പൊന്ന് ജീവ, ജീവ കലാകാരനാണ്, ഞാനത് സമ്മതിക്കാം. ആയിരിക്കുന്ന 3 പേരും കലാകാരന്മാരാണ്, എല്ലാരും തെളിച്ച ആൾക്കാരാണ്. ആയിരിക്കുന്ന കലാകാരനെ നിങ്ങളടുത്ത് നിർത്തി കഴിഞ്ഞാൽ ഉള്ള പേരും കൂടെ പോവും. മര്യാദയ്ക്ക് ഇങ്ങോട്ട് വെച്ച് വെച്ച് ഇങ്ങോട്ട് വേണം. കല്ലെടുത്തെറിയും, പെട്ടെന്ന് വാങ്ങി. കല്ലെടുത്തെറിഞ്ഞാ ഞാനും തോടി പഴുത്ത മാങ്ങയോ. മാങ്ങയാണോ മൂങ്ങയാണോ ഞാൻ കാണിച്ചറിയാം. വായി ഇങ്ങോട്ട്. എന്റെ പൊന്നു മാഷ, എന്നെ എങ്ങനെയാലും ഒന്ന് രക്ഷിക്കും. ഇതെന്തുകൂടെ ഇത്? എന്താണോ തന്റെ ഉദ്ദേശം? എനിക്ക് ഈ ഡാൻസിന് വിധി പറയണം, വീട്ടിൽ പോണം. എടോ, ഞാൻ തന്റെ കാര്യമാണോ പറഞ്ഞ മാറി നിന്റെ പെണ്ണുമ്പിള്ളാണ്. നിന്റെ ഡാൻസിന് നിനക്ക് അങ്ങനെ തന്നെ വരണം. നിനക്ക് ഇത് പറ്റിയ പെണ്ണുമ്പുള്ളോ? അല്ല, താനാരാ? എന്റെ അടുത്താണോ അതോ അവന്റെ അടുത്ത്? എന്റെ അടുത്ത്. താനാരാ? ഞാനോ? ഞാൻ പ്രശസ്ത ഇന്നത്തെ ഇവിടുത്തെ ജഡ്ജിയായ അരമണ്ഡലം അരവിന്ദ മാഷ്. ഇത്രക്കിട്ട് ആട്ടാൻ പേര് അരവിന്ദൻ എന്നല്ലേ, അല്ലാതെ അരകല്ലെന്നൊന്നും അല്ലല്ലേ. ജഡ്ജിയായാലും വക്കീലായാലും അങ്ങോട്ട് മാറിയെന്നോണം. ഇത് ഞങ്ങളുടെ കുടുംബ ആവശ്യം. ഇതിനാണോ മനുഷ്യൻ നിങ്ങൾ വെമ്പായത്ത് എന്റെ വല്യച്ഛനെ കാണാൻ പോവേണെന്നും പറഞ്ഞു പോയത്? ഈ പൊതിച്ച തേങ്ങയുടെ ഫിഗറുള്ള ആളാണോ നിങ്ങളെ വല്യച്ഛൻ?